എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളത്തെ ദിവസം എല്ലാവരും അറിയും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വലിയൊരു വെടിക്കെട്ടിൻ്റെ ദിവസമാണ്. ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ട്. ഒരാളെ ജയിക്കാൻ പറ്റും. സമ്മാനം ഒരാൾക്കേ ഉള്ളൂ, 2 പേർക്കില്ല. അത് ശരണം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണ് അങ്ങനെയെന്ന് ഇനി ഫ്യൂച്ചറിൽ 2ാം സമ്മാനവും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വെടിക്കെട്ട് നിയന്ത്രിക്കുന്ന വലിയ പാർട്ടിക്കാരാണ്. അവർ പല വെടിക്കെട്ടിലും ഇടപെട്ടവരാണ്, അതിൽ പ്രവർത്തിച്ചവരാണ്, പലരുടെ കൈ പൊള്ളിയതുമാണ്. എങ്കിലും അവർ ഈ വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് ജോയിൻ ചെയ്യും. പിന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെല്ലാം വെടിക്കെട്ട് നമ്മിലേക്ക് എത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അവർ ഏതാണ്ട് ആ വെടിക്കെട്ട് സ്ഥലത്ത് എത്തും. നിങ്ങൾക്കറിയുമല്ലോ വെടിക്കെട്ട് എവിടെയാണ്, എന്താണെന്നുള്ള വിവരം. എന്തായാലും ചെറിയ കുറച്ച് മണിക്കൂറുകളേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ വെടിക്കെട്ട് തുടക്കമാകും. ഏതാണ്ട് ഒരു 11 മണി വരെ നീണ്ടു നിൽക്കുന്ന ആ വെടിക്കെട്ട് അടിപൊളിയായി. എന്നാൽ ഈ വെടിക്കെട്ടിന് തീ കൊളുത്തിയവർ ആ മൈതാനത്തുണ്ടാവില്ല. കുറച്ച് അവർ മാറിയിരുന്ന് അവർ ആ വെടിക്കെട്ട് കാണുന്നത് ടി വിയിൽ കൂടെയൊക്കെ ആയിരിക്കും. കാര്യം ഈ വെടിക്കെട്ടിൽ പങ്കെടുത്തവരുടെ നെഞ്ചത്തൊന്ന് കൈവച്ചാൽ നല്ലൊരു ഡോക്ടറിന് അറിയാൻ പറ്റും എത്ര പ്രഷറാണെന്ന്. അത് കാണേണ്ടതാണ്. പിന്നെ സാരമില്ലാതെ ആക്കുന്നവരുണ്ട്. ഇത് ഗോതയെ കുറച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, അവർക്ക് ഇതൊക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. സോ എന്തു തന്നെയായിരുന്നാലും നാളെ 11 മണി വരേക്കും നമ്മൾ മറക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇസ്രായേലും ഇറാൻ്റെയും യുദ്ധവാർത്തകൾ തൽക്കാലം നമ്മളൊന്ന് മാറ്റിവെക്കണം. അതവിടെ അടിക്കുകയാണ്. അപ്പോൾ അതിനേക്കാൾ വലിയ മിസൈൽ പ്രയോഗങ്ങളാണ് ഇപ്പം നാളെ ഇവിടെ നടക്കാൻ പോകുന്നത്. നല്ല അതിൽ ഹൈ റേഞ്ചൊക്കെ ഉള്ള മിസൈലുകളാണ് നാളെ ഇവർ കൊളുത്തി വിടുക. എന്തായാലും ഈ ജനങ്ങളുടെ മനസ്സ് എന്താണ്, അവരെന്താ കാട്ടിക്കൂട്ടിയതെന്ന് നമുക്കൊന്നും അറിയില്ല. നാളെ അറിയാൻ പറ്റും. ജനങ്ങളുടെ മിസൈലുകൾ നാളെ പ്രവർത്തനം തുടങ്ങി. ഏതാണ്ട് ഒരു 8:30 മണി മുതൽ ഫയറിങ് സ്റ്റാർട്ടാകും. നമുക്കത് കാത്തിരുന്ന് കാണാം. എന്തായിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ളൊരു വെടിക്കെട്ടുകൾ വരുന്നതും നല്ലതാണ്. എല്ലാവർക്കും ഒരു ഊർജം പകരുന്ന ഒരു കാര്യം കൂടിയാണ്. സോ നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ, അപകടങ്ങൾ സംഭവിക്കാതെ സുരക്ഷിതമായി വെടിക്കെട്ടിൻ്റെ ആരംഭവും ഒടുക്കവും നമുക്ക് വീക്ഷിക്കാം. നമുക്ക് പ്രധാനമായി ചെയ്യേണ്ടത് ഈ വെടിക്കെട്ടിനെ കുറിച്ച് അറിയാത്ത പലരുമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ വെടിക്കെട്ട് വിവരങ്ങൾ, ഈ അറിയിപ്പുകൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കാണട്ടെ. പിന്നെ നാളെ ഒരു 11:30 മണി വരെയും നമുക്ക് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെ നമുക്കൊരു ന്യൂസുമായി നമ്മുടെ മുന്നിൽ വരില്ല. കാരണം അവരാണ് ഈ പ്രധാന ഈ ആൾക്കാരിൽ എത്തിക്കേണ്ട ദൗത്യം അവരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരിപ്പോൾ എന്ന് അവിടെ എല്ലാം എത്തിക്കാണും. ആരെങ്കിലുമൊക്കെ അവിടെ എത്തി ക്യാമ്പ് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ വീറും വാശിയും പോയ ഈ വലിയൊരു വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം അറിയുമല്ലോ എല്ലാവർക്കും. അത് അറിയാത്തവർ വേണമെങ്കിൽ ഞാൻ ഒന്ന് പറയാം. ആ വെടിക്കെട്ട് നിലമ്പൂർ വെടിക്കെട്ട്. ഇതിനെ പറയുന്നത് നിലമ്പൂർ വെടിക്കെട്ടാണ്. വെടിക്കെട്ട് മുമ്പ് കഴിഞ്ഞു. ആ വെടിക്കെട്ട് 1ാം സമ്മാനം നേടിയ ആൾ ഇപ്പോൾ ഇത്രയും സമ്മാനത്തിൽ വരുമോയെന്നറിയില്ല. അയാൾ ആ സമ്മാനം നിലനിർത്തുമോ ഇല്ലയോ അറിയില്ല. കാണാം. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, സമാധാനമായിട്ട് ഈ മണിക്കൂറുകൾ ഒന്ന് കാത്തിരിക്കുക. വെടിക്കെട്ടിൻ്റെ സമയം വരെ ഒന്ന് സമാധാനമാകുക. എന്നൊക്കെ നാളെ നല്ലൊരു റിസൾട്ട് കിട്ടും. ഒരിക്കൽ കൂടി പറയുന്നു, സാധിച്ചാൽ ഈ വെടിക്കെട്ട് വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടെ ഒന്ന് അറിയിക്കണം, മറക്കാതിരിക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.